പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്തെ ആധാര എഴുത്ത് മേഖലയിൽ തൊഴിലെടുക്കുന്ന അവരുടേതായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി ഈ 16-ാം തീയതി തൊഴിൽ സംരക്ഷണം പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ നിരവധി ഘട്ടങ്ങളിലായി ആധാരമെഴുത്ത് തൊഴിൽ മേഖലയിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി സമർപ്പിച്ചിട്ടുള്ള ആ തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹാരം കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമായും തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രകടനവും പ്രക്ഷോഭവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ധർണ സമരവും സംഘടിപ്പിച്ചിട്ടുള്ളത് സംബന്ധിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രസിഡന്റ് എന്നത് ഞാനാണ്. എൻ്റെ പേര് വി സത്യൻ. നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് രംഗത്ത് തന്നെ അരനൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന അടുത്തിരിക്കുന്ന ശ്രീ കരകുളം ബാബുവാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ്. സംസ്ഥാന ഭാരവാഹി ആയിട്ടുള്ള സഖാവ് തിരുവല്ലം മധു സംസ്ഥാന ട്രഷററാണ്. സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സഖാവ് ഗിരീഷ് കുമാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഗിരീഷ് കുമാർ കുരുവിക്കോട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ജില്ലാ പ്രസിഡന്റ് സഖാവ് ശാസ്തമംഗലം അജിത്ത്, ഭാരവാഹികളായിട്ടുള്ള ശ്രീകാര്യം നവാസ്, കരകുളം രാജു തുടങ്ങിയിട്ടുള്ളവരും പങ്കെടുക്കുകയാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആ രംഗത്ത് തൊഴിലെടുക്കുന്നവർ കൂടി ആയതുകൊണ്ട് പ്രിയപ്പെട്ട ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കരകുളം ബാബു സംസ്ഥാന ഭാരവാഹികളും പറയുന്നതാകും ഉചിതമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു വാക്ക് മാത്രമേ ആമുഖമായി ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിൽ മേഖലയിലും അനുവർത്തിച്ച് വരുന്നത് പോലെ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതിനൊന്നും ഈ തൊഴിൽ മേഖലയിലുള്ള തൊഴിലാളി സംഘടനയോ തൊഴിലാളികളോ അതിനെതിരല്ല. ശാസ്ത്രീയമായിട്ടുള്ള കാലഘട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം വരുമ്പോൾ അതിനെല്ലാം പിന്തുണയും നൽകിയിട്ടുണ്ട്. പക്ഷേ ആധാരം എഴുത്ത് തൊഴിൽ മേഖല എന്നത് പാരമ്പര്യമായി സിദ്ധിച്ചിട്ടുള്ളതും കുലത്തൊഴിൽ പോലെ അനുഷ്ഠിച്ചു വരുന്ന ഒരു തൊഴിൽ മേഖല കൂടെയാണ് എന്നതുകൊണ്ട് മറ്റ് ഇതര വ്യവസായ തൊഴിൽ മേഖലയിൽ അനുവർത്തിക്കുന്നത് പോലെയുള്ള നയങ്ങളും നിലപാടുകളും ഈ രംഗത്ത് വരുമ്പോൾ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെയും ആ തൊഴിലാളി സമൂഹത്തിനെയും കൂടി വിശ്വാസത്തിലെടുത്ത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് എല്ലാ ഗവൺമെന്റുകളും വരുന്ന ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം അത് സംബന്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു തൊഴിലുടമ ബന്ധം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ തൊഴിലാളികളായിട്ടുള്ള അവര് ഈ രംഗത്ത് പണിയെടുക്കുന്നവർ ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾ പറയും. ലൈസൻസ് നൽകി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന പ്രകാരമുള്ള യോഗ്യതാ പരീക്ഷ എഴുതി പാസ്സായി അങ്ങനെ നൽകപ്പെടുന്ന ലൈസൻസ് ഉപയോഗിച്ചിട്ട് തൊഴിലെടുത്ത് വരുന്നവരാണ് ഈ രംഗത്തുള്ള ആധാരമെഴുത്ത് മേഖലയിലെ തൊഴിലാളികൾ. ഒപ്പം നിന്ന് പകർപ്പെഴുത്തുകാരെന്നൊക്കെ നമ്മൾ പറയുന്ന സ്ക്രൈബ്സ് എന്ന് നമ്മൾ പറയുന്ന എഴുത്തുകാർ പോലും സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം അതിൻ്റെ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം തൊഴിലെടുക്കുന്നവരാണ്. മറ്റിതര മേഖലകളിൽ എങ്ങും ഇല്ലാത്ത ചില നിയന്ത്രണങ്ങൾ ആർക്കും ഈ രംഗത്ത് ഈ പറയുന്ന പ്രകാരം ആധാരങ്ങൾ തയ്യാറാക്കാം എഴുതാം എന്ന് പറയുന്ന പോലെ വളരെ സുതാര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ആധാരം എഴുത്ത് മേഖലയിൽ തൊഴിലെടുത്ത് അംഗീകൃതമായിട്ടുള്ള ലൈസൻസ് ഹോൾഡേഴ്സായി നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പുതിയ പരിഷ്കാരങ്ങൾ മാറുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ ചില കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് അത് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനും കൂടെ സംരക്ഷണം കൂടെ ഞങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തര പ്രക്ഷോഭങ്ങൾ നടത്തി വരുന്നു.
ആ ഒരു പോയിന്റ് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾ കൂടി പറയും. എന്തായാലും നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ അന്യം നിന്ന് പോകേണ്ട ഒരു തൊഴിൽ മേഖലയല്ല ഇത്. പഴയ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിക്കപ്പെട്ടുള്ള രജിസ്ട്രേഷൻ വകുപ്പും നിയമവും അതിനെ അതാത് ഘട്ടങ്ങളിൽ പരിഷ്കരിക്കുകയും അതിനനുസരിച്ചിട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ കൂട്ടത്തിൽ വരുന്നവരാണ് രജിസ്ട്രേഷൻ വകുപ്പ്. അതനുസരിച്ച് സർക്കാരിന് കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള അതാത് ഘട്ടങ്ങൾ നടപ്പിലാക്കുന്ന നിയമവും വഴിയെല്ലാം സർക്കാരിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ നന്നായി പരിശ്രമിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ആധാരമെഴുത്ത് മേഖലയിലെ തൊഴിലാളികൾ. അപ്പോൾ ആ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കി ആയിരിക്കണം പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭമാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്നുള്ള എളിയ അഭ്യർത്ഥന മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. എഴുത്ത് മേഖലയിൽ കുറച്ചുകൂടി ആഴത്തിൽ ബന്ധമുള്ളവരാണ് എനിക്കൊപ്പമുള്ള സ്നേഹിതരെന്നുള്ളത് കൊണ്ട് അവർ കൂടി ഏതാനും വാക്കുകൾ പറയുന്നതായിരിക്കും നല്ലത്. ഞാനതുകൊണ്ട് മൈക്ക് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ കരകുളം ബാബു അവർക്ക് കൈമാറുകയാണ്. ഞങ്ങൾ കേരളത്തിലെ ആധാരമെഴുത്ത് തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന KSDWU എന്ന കേരള സ്റ്റേറ്റ് ഡോക്യുമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകരും അതിൻ്റെ സംഘാടകരുമാണ്. കേരളത്തിലെ ആധാരമെഴുത്ത് തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതാണ്. നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു തൊഴിലാണ് ആധാരമെഴുത്ത് തൊഴിൽ. ഈ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഈ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ മറ്റ് തൊഴിൽ തേടിപ്പോയി മറ്റ് സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഞങ്ങളും ഈ തൊഴിലിലേക്ക് കടന്നത്. ഈ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന എല്ലാ പരീക്ഷകളും പാസ്സായി, 2 തരത്തിലുള്ള പരീക്ഷകളാണ്, 2 തരത്തിലുള്ള പരീക്ഷകളും പാസ്സായി, ലൈസൻസ് ഫീസ് അടച്ച് എല്ലാ വർഷവും ഫീസ് അടച്ച് പുതുക്കി, ക്ഷേമനിധി ഫീസും അടച്ച് ഈ തൊഴിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപജീവന മാർഗവും ഈ തൊഴിൽ തന്നെയാണ്. ഇനിയൊന്നും മറ്റൊരു തൊഴിലിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങളും നമ്മളെ സംബന്ധിച്ചില്ല. ആ ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ ആധാരമെഴുത്ത് തൊഴിലാളികളെയും കുടുംബത്തെയും പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഈ രംഗത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി യൂണിയൻ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്കല്ല ഞങ്ങൾ കടക്കുന്നത്. ഞങ്ങൾ ഈ തൊഴിൽ സംബന്ധിച്ചുള്ള ഒട്ടേറെ നിവേദനങ്ങളെല്ലാം സർക്കാരിലും ഡിപ്പാർട്ട്മെൻറ്റിലും സമർപ്പിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ ഒരു നയം, രജിസ്ട്രേഷൻ നയം നടപ്പാക്കുന്ന പരിശ്രമങ്ങളും നയങ്ങളുമെല്ലാം രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെയും ഭാഗമായി കേരളത്തിൽ ടെംപ്ലേറ്റ് മോഡൽ എന്ന സംവിധാനം നടപ്പാക്കുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ് പരിശ്രമിച്ചപ്പോൾ ആ പരിശ്രമം നടക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ യൂണിയനും തൊഴിലാളികളും എല്ലാം ഇടപെട്ടുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന നയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്നത് കേരളത്തിലെ ആധാരമെഴുത്ത് തൊഴിലാളികളുടെ ജീവിതം തകർക്കപ്പെടുന്ന തരത്തിലാവും. അതുകൊണ്ട് അത്തരം നിലയിലേക്കുള്ള ടെംപ്ലേറ്റ് സംവിധാനം പാടില്ല. ടെംപ്ലേറ്റ് സംവിധാനം കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഇവിടുത്തെ ആധാരമെഴുത്ത് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആകാവൂ എന്ന നിലയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും നിരവധി തവണ ഉള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഗവൺമെൻറ് മുമ്പിലും ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാം നടത്തിയതിന് ശേഷം അവസാനം കേരളത്തിലെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങൾ യൂണിയൻ പ്രതിനിധികളും മറ്റിതര സംഘടനാ നേതാക്കന്മാരുമായിട്ടെല്ലാം ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനം ഗവൺമെൻറ് സർക്കുലറിലൂടെ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. കേരളത്തിൽ ആധാരമെഴുത്ത് തൊഴിൽ നിയമപ്രകാരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആധാരമെഴുത്ത് തൊഴിലാളികളാണ്. അതോടൊപ്പം തന്നെ നിയമപരമായി അഡ്വക്കേറ്റുമാർക്ക് ഈ തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ പരസ്പരം ചർച്ച ചെയ്തപ്പോൾ ഈ 2 മേഖലയിലും പണിയെടുക്കുന്ന അഡ്വക്കേറ്റുമാർ, ആധാരമെഴുത്ത് തൊഴിലാളികൾ, ഈ 2 വിഭാഗവും ബന്ധപ്പെട്ടുകൊണ്ട്
ലോഗിൻ ചെയ്യാനുള്ള അവസരം ഈ 2 വിഭാഗത്തിന് നൽകിക്കൊണ്ട് മാത്രമേ ഈ തൊഴിൽ ചെയ്യുന്നതിനുള്ള അനുമതി ഗവൺമെൻറ് നടപ്പാക്കുകയുള്ളൂ, ഈ സംവിധാനം നടപ്പാക്കുകയുള്ളൂ എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് രേഖാമൂലം ഉത്തരവിലൂടെ നൽകിയതാണ്. പക്ഷേ ആ ഉത്തരവിലൂടെ ആ വാക്ക് പറഞ്ഞതിന് ശേഷം, അത് നടപ്പാക്കിയതിന് ശേഷം വീണ്ടും തൊട്ടടുത്ത കാലത്ത് തന്നെ കാസർഗോഡ് ബദിയടുക്ക സബ് രജിസ്ട്രാർ ഓഫീസിൽ കേരളത്തിലെ മറ്റൊരു ആധാരമെടുത്ത സംഘടനയുടെ കൂടി ഒരു ഒത്താശയോടെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരമെഴുത്തുകാരെയും വക്കീലന്മാരെയും ഉപേക്ഷിച്ചുകൊണ്ട് അക്ഷയക്കാർക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു ആധാരമെഴുത്ത് സംവിധാനം നടപ്പാക്കുക, പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയെന്നാണ് അവർ പറയുന്നത്. ആ നിലയിൽ ഒരു സംവിധാനം നടപ്പാക്കുകയാണ് ചെയ്തത്. ഇതേ സംബന്ധിച്ച് ഞങ്ങൾ കൂടിയാലോചിക്കുകയും ഗവൺമെൻറ് മുമ്പിൽ നിവേദനം കൊടുക്കുകയും എല്ലാം ചെയ്തെങ്കിലും ആ കാര്യത്തിൽ പിന്നീടൊരു അഭിപ്രായമോ തീരുമാനമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സർക്കാർ ബദിയടുക്ക സബ് രജിസ്ട്രാർ ഓഫീസിൽ നടത്തിയതുപോലെ ഉള്ള സംവിധാനമാണ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ കേരളത്തിലെ ആധാരമെഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പണിയെടുക്കുന്ന ഈ കുടുംബങ്ങൾ മുഴുവൻ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്ന സംവിധാനം, അതിന് ഇന്നിപ്പോൾ നിലവിലുള്ള ഫയലിംഗ് സമ്പ്രദായം, ആ ഫയലിംഗ് സമ്പ്രദായം പാടെ ഉപേക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആധാരം രജിസ്റ്റർ ചെയ്താൽ എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം, ഒരു ആധാരം തയ്യാറാക്കുന്നതിന് നിരവധി സമയങ്ങൾ അതിൻ്റെ നിരവധി നിയമങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിശോധിക്കുകയും നോക്കിക്കാണുകയും എല്ലാം ചെയ്ത് ഒരാളിൻ്റെ സ്വത്തിന് ആവശ്യമായ എല്ലാ പരിരക്ഷയും ഉറപ്പും വരുത്തിക്കൊണ്ടാണ് ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയുള്ള യാതൊരു പരിരക്ഷയും ഇല്ലാതെ ആർക്കും എന്തു തരത്തിലും ചെയ്യാം എന്ന നിലയിലേക്ക് ഈ തൊഴിൽ മേഖലയെ കൊണ്ടെത്തിക്കാനാണ് പരിശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഫയലിംഗ് സമ്പ്രദായം, ദീർഘനാൾ പഴക്കമുള്ള ഫയലിംഗ് സമ്പ്രദായം, ആ ഫയലിംഗ് സമ്പ്രദായം നിർത്താൻ പോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ആ ഫയലിംഗ് സമ്പ്രദായം നിർത്തലാക്കുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആധാരങ്ങൾക്കൊന്നും തന്നെ ഭാവിയിൽ സുരക്ഷിതത്വമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ആധാരമെടുത്ത് ലൈസൻസികളായ കൈപ്പട തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയും വരുന്നു. ഈ നിലയിൽ എല്ലാ തരത്തിലും കേരളത്തിലെ തൊഴിലാളികളെ ഈ തൊഴിൽ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള നിയമം കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല. തൊഴിലാളികളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടെടുത്ത തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വരുന്ന 16-ാം തീയതി കേരളത്തിലെ KSDWUവിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുന്നത്. ആ സമരത്തിൽ കേരളത്തിലെ മുഴുവൻ ആധാരമെഴുത്ത് തൊഴിലാളി സമൂഹത്തിൻ്റെയും സഹായങ്ങളും സഹകരണവും ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാ തരത്തിലുള്ള ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.